ഇന്നൊക്കെ വീടുകളിൽ പെൺമക്കളുണ്ട്, പെൺകുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും. അതുകൊണ്ട് തന്നെ ചില വാർത്തകളെക്കുറിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഉള്ളിൽ സങ്കടം തോന്നാം, ആശങ്കയുണ്ടാകാം. പെണ്ണായി പിറന്നല്ലോ എന്ന് പരിതപിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നേ ഈ നാട്ടിൽ. സംരക്ഷണം നൽകേണ്ട അച്ഛൻ വേട്ടക്കാരന്റെ രൂപത്തിലെത്തുമ്പോൾ അമ്മയുടെ ഒത്താശയോടെ രണ്ടാനച്ഛനും കാമുകനുമൊക്കെ കുട്ടികളെ ചൂഷണത്തിന് ഇരകളാക്കുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. ഇങ്ങനെ ദുരിത ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങൾ ചില വീടുകളിലുണ്ട്. കൊച്ചി എളമക്കരയിൽ 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്ത കേസിൽ പുറത്തുവരുന്നത് കഴിഞ്ഞ 1 വർഷത്തോളമായി ആ കുരുന്ന് നേരിട്ട കണ്ണീർ കഥകളാണ്. പറക്കമുറ്റാത്ത പ്രായത്തിൽ ആരാണ് അവളുടെ ജീവിതം പിച്ച് ചീന്തിയത്? ഇതോടൊപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ മരണത്തിന് പിന്നാലെ ആൺസുഹൃത്തിന്റെ ആത്മഹത്യയെക്കുറിച്ചും കേട്ടു. സന്ദേശ് എന്ന ചെറുപ്പക്കാരൻ സ്വയം ജീവിതം അവസാനിപ്പിച്ചത് എന്തിനായിരിക്കും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുടുംബ ജീവിതത്തിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ടല്ലേ? ചെറിയ വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായാലും അവിടെ സ്നേഹമുണ്ട്. എന്നാൽ ലിവിംഗ് ടുഗദർ റിലേഷനും അവിഹിത ബന്ധങ്ങളുമൊക്കെ അത്ര മനോഹരമാണോ? ഒരു താൽക്കാലിക സുഖമൊക്കെ കിട്ടുമെങ്കിലും അവിടെ വൈകാരിക താല്പര്യങ്ങൾക്ക് മാത്രമാണ് സ്ഥാനം. ആ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരും ഒപ്പമുണ്ടാകില്ല. അതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിനും ആൺസുഹൃത്തിനും സംഭവിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ചിന്നു എന്ന രേഷ്മ ജീവനൊടുക്കിയ വാർത്ത കേട്ടു. അതിനു പിന്നാലെ ആൺസുഹൃത്ത് സന്ദേശിനെയും ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന രേഷ്മയും കാമുകൻ സന്ദേശും ഒരുമിച്ചായിരുന്നു താമസം. യുവതി ജീവനൊടുക്കിയ കേസിൽ സന്ദേശിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കാമുകിയുടെ മരണവും സമ്മർദ്ദങ്ങളുമാകാം ആത്മഹത്യ കാരണമെന്നാണ് നിഗമനം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ മരണം സംബന്ധിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെ ആൺസുഹൃത്ത് സന്ദേശിനെ കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കൂട്ലു മന്നിപ്പാടിയിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. രേഷ്മയുടെ മരണത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശ്. ഇതായിരിക്കാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സംശയിക്കുന്നു. ഫെബ്രുവരി 9 ഉച്ചയ്ക്കാണ് ആദൂർ ആലന്തടുക്ക സ്വദേശിനിയായ രേഷ്മയെ കൂടലു ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ചിന്നു പാപ്പു എന്തിനാണ് ജീവനൊടുക്കിയതെന്ന് വ്യക്തമല്ല. അന്വേഷണത്തിന്റെ ഭാഗമായി രേഷ്മയുടെ ആൺസുഹൃത്തായ സന്ദേശിനെ കാസർഗോഡ് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ രേഷ്മ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട സന്ദേശിന് പങ്കില്ലെന്ന് കണ്ട രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞുവിടുകയായിരുന്നു. ഏതാനും മാസങ്ങളായി ഇരുവരും ഉളിയത്തടുക്കിയിലെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. ഇവർ തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദേശിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇയാളുടെ ഫോൺ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ചിന്നു പാപ്പുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സന്ദേശിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. നാരായണ നായിക്, സരോജ ദമ്പതികളുടെ മകനായ സന്ദേശ പെയിന്റിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു. ഗൗതമിയാണ് ഏക സഹോദരി. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.